നമുക്ക് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ചൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. അതിന് അയല പോലെ നല്ല ദശക്കട്ടിയുള്ള നല്ല ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം മീനിനെ 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല മുഴുത്ത അയലയാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ അതിന് 3ആയിട്ട് മുറിച്ചെടുത്ത് കേട്ടോ. മുറിച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നീട് നമുക്ക് ഒരു മൺചട്ടി ഒരു പാൻ എടുക്കുക. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങയും അതിലേക്ക് 8-10 ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് ചുമക്കെ വറക്കണം, കരിഞ്ഞു പോകരുത്. കുറച്ച് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നീട് നന്നായിട്ട് വറുത്ത് വന്ന് കഴിയുമ്പോൾ നിറം മാറി വന്ന് കഴിയുമ്പോൾ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നീട് മൺചട്ടി വെച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തക്കാളിയും, ഒരു ചെറിയ സൈസ് തക്കാളിയും, സവോളയും, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരണം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്കിട്ട് കുടംപുളിയും കൂടെ ചേർത്ത് മീനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വരണം. തിളച്ച് ചെറു തീയിൽ തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ എല്ലാം ഇറങ്ങി വന്ന് മീനിലേക്കും ഇറങ്ങി വരും. ആ ഉപ്പും പുളിയും എല്ലാം മീനിലേക്കും പിടിക്കും കേട്ടോ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. പിന്നെ കടുക് താളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യും.